നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വധഭീഷണിയുമായിട്ടാണ് ഇറാൻ രംഗത്ത് വരുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സും ഇസ്രായേലിനെതിരെ രംഗത്തുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ കൊലയാളി നെതന്യാഹു ജീവനോടെ ശേഷിക്കുന്നുണ്ടെങ്കിൽ പിന്തുടർന്നെത്തി കൊല്ലുമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് അവരുടെ വെബ്സൈറ്റായ സെഫ ന്യൂസിൽ വ്യക്തമാക്കിയത്. നെതന്യാഹുവിനെ ബാലഘാതകൻ എന്ന് വിശേഷിപ്പിച്ചാണ് IRGCയുടെ സന്ദേശം. കുട്ടികളെ കൊല്ലുന്ന കുറ്റവാളി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ പിന്തുടർന്ന് അയാളെ ഇല്ലാതാക്കുമെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. കുറച്ചു ദിവസമായി നെതന്യാഹുവിനെ പൊതുവേദികളിൽ കാണാറില്ലെന്നാണ് റിപ്പോർട്ട്. മാർച്ച് 12-നാണ് ഇസ്രായേൽ നെതന്യാഹുവിൻ്റെ വീഡിയോ പുറത്തുവിട്ടത്. വീഡിയോ AI നിർമ്മിതമാണെന്നും അദ്ദേഹത്തിൻ്റെ ഒരു കൈയിൽ 6 വിരലുകൾ ഉള്ളതായി തോന്നിപ്പിക്കുന്നുവെന്നും സോഷ്യൽ മീഡിയയിൽ അഭ്യൂഹങ്ങൾ ഉയർന്നെങ്കിലും വാർത്തകൾ ഇസ്രായേൽ തള്ളിയിരുന്നു. എന്നാൽ നെതന്യാഹു ജീവനോടെയുണ്ടെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് IRGCയുടെ പ്രസ്താവന. ഇസ്രായേലിൽ ഇറാൻ ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ മിസൈൽ വർഷത്തിൽ നെതന്യാഹുവിൻ്റെ ബങ്കർ തകർന്നതായും മരിച്ചതായും അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. പിന്നാലെ നെതന്യാഹുവിൻ്റെ വീഡിയോ സന്ദേശം പുറത്തു വന്നെങ്കിലും അതിൽ നെതന്യാഹുവിന് 6 കൈവിരലുകൾ ഉള്ളതായി കണ്ടത്. ഇതോടെ വീഡിയോ AI നിർമ്മിതമാണെന്നും പ്രചാരണങ്ങളുണ്ടായി. മാത്രമല്ല, നെതന്യാഹുവിൻ്റെ മകൻ യായിർ നെതന്യാഹു മാർച്ച് 9-ന് ശേഷം X ഹാൻഡിൽ ഉപയോഗിച്ചിട്ടില്ലെന്നും ഇത് കുടുംബത്തിലുണ്ടായ ദുരന്തത്തെ തുടർന്നാണെന്നും അഭ്യൂഹങ്ങൾ പരന്നു. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനിയെ കൊല്ലുമെന്ന വീഡിയോയിൽ നെതന്യാഹു ഭീഷണി മുഴക്കിയിരുന്നു. അതേസമയം നെതന്യാഹു എവിടെയാണെന്ന് നിരൂപക കാൻഡസ് ഓവൻസും ചോദിച്ചു. എന്നാൽ നെതന്യാഹുവിൻ്റെ മരണവാർത്തകൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് നിഷേധിച്ചു. നെതന്യാഹു സുഖമായിരിക്കുന്നു എന്നാണ് ഓഫീസ് വ്യക്തമാക്കിയത്. ചില ഉപയോക്താക്കൾ അദ്ദേഹത്തിൻ്റെ മകൻ യയർ നെതന്യാഹു സോഷ്യൽ മീഡിയയിൽ നിന്ന് അപ്രത്യക്ഷമായെന്ന് പറയുന്നു. എക്സിൽ ഏകദേശം 2,84,000 ഫോളോവേഴ്സുള്ള വളരെ സജീവമായുള്ള യയർ മാർച്ച് 9 മുതൽ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശങ്ങളിൽ പറയുന്നത്. അതേസമയം ഇറാന്റെ പുതിയ പരമോന്നത നേതാവായ മൊജ്തബ ഖമേനി ജീവനോടെയുണ്ടെന്നും എന്നാൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ചാണ് വാർത്താ ഏജൻസികൾ ഈ വിവരം പുറത്തുവിട്ടത്. പരിക്കേറ്റതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ആശയവിനിമയം ഉൾപ്പെടെ അതീവ നിയന്ത്രണത്തിലാണെന്നും സൂചനയുണ്ട്. മൊജ്തബ ഖമേനിയുമായുള്ള എല്ലാ ആശയവിനിമയങ്ങളും ഇപ്പോൾ IRGCയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഖമേനിയുടെ സന്ദേശങ്ങൾ പുറംലോകത്ത് എത്തിക്കുന്നത് IRGC ഉദ്യോഗസ്ഥരാണെന്നും റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ മൊജ്തബ ജീവനോടെ ഇല്ല എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. മൊജ്തബയുടെ ആരോഗ്യ നിലയെക്കുറിച്ചും US പലപ്പോഴായി പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ആദ്യം ഗുരുതരമായി പരിക്കേറ്റ് ശരീരത്തിൻ്റെ രൂപം തന്നെ മാറിപ്പോയെന്ന് വരെ US ആരോപിച്ചിരുന്നു. US-ഉം ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണത്തിലാണ് മൊജ്തബയ്ക്കും പരിക്കേറ്റതെന്നാണ് റിപ്പോർട്ട്. ആക്രമണത്തിൽ ഇദ്ദേഹത്തിൻ്റെ മകനും ഭാര്യയും കൊല്ലപ്പെട്ടിരുന്നു. അലി ഖമേനിക്ക് പിന്നാലെ മൊജ്തബയെ പരമോന്നത നേതാവായി ഇറാൻ അവരോധിച്ചിരുന്നു. എന്നാൽ സ്ഥാനാരോഹണത്തിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളോ വീഡിയോകളോ പുറത്തു വന്നിരുന്നില്ല. പകരം എഴുതി തയ്യാറാക്കിയ പ്രസ്താവനയാണ് പുറത്തു വന്നത്. ഇതോടെ മൊജ്തബ ജീവനോടെയില്ല എന്നുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. അതേസമയം സൗദിയിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയത് തങ്ങളല്ലെന്നും ഇസ്രായേൽ ഇറാന്റെ പതാക വ്യാജമായി ഉപയോഗിച്ച് ആക്രമണം നടത്തിയതാണെന്നും ഇറാൻ സൈന്യം ആരോപിച്ചു. സൗദിയിലെ ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ട് രാവിലെ കനത്ത ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. 10 ഡ്രോണുകൾ തകർത്തതായി സൗദി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. തുർക്കി, ഇറാഖ്, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തിയ ശേഷം അത് ഇറാന്റെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുന്നുവെന്നും ഖദം അൽ അൻബിയ സെൻട്രൽ വക്താവ് പ്രതികരിച്ചു. ഇറാന്റെ ഷഹീദ് ഡ്രോണുകളോട് സാമ്യമുള്ള ലൂക്കാസ് ഉപയോഗിച്ചാണ് സൗദിയിലും കുവൈറ്റിലും ഇറാഖിലും ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇറാൻ ഒരിക്കലും ജനവാസ മേഖലകളെ ലക്ഷ്യമിടുന്നില്ലെന്നും അമേരിക്കൻ വ്യോമതാവളങ്ങൾ, അമേരിക്കൻ ബന്ധമുള്ള സ്ഥാപനങ്ങൾ, ഇസ്രായേലുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നേരെ മാത്രമേ ആക്രമണം ഉണ്ടാവുകയുള്ളൂ എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഇറാൻ നടത്തുന്ന എല്ലാ ആക്രമണങ്ങളും ഔദ്യോഗികമായി ഇറാൻ സ്ഥിരീകരിക്കാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.